നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകരയിലെ പൊതു ശുചിമുറി അടച്ചിട്ടതിനാൽ ദുരിതത്തിലായി കൊടകരയിലെ കച്ചവടക്കാരും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളും. തൃശൂർ റൂറൽ ജില്ലയിലെ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് പ്രൊജക്ട് റിഫ്രഷൻ ട്രെയിനിങ്ങിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസേഴ്സ് പരിശീലനം സംഘടിപ്പിച്ചു. മാഹിൻ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. വരാക്കര കപ്പേടയ്ക്ക് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ദമ്പതിമാരായ ഡോക്ടർമാർ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. തൃശൂർ നഗരത്തിലൂടെ അപകടകരമായി സ്കേറ്റിംഗ് ചെയ്തയാൾ പിടിയിൽ. വാർത്തകൾ വിശദമായി. കൊടകരയിലെ പൊതു ശുചിമുറി അടച്ചിട്ടതിനാൽ ദുരിതത്തിലായി കൊടകരയിലെ കച്ചവടക്കാരും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളും. വർഷങ്ങളായി കൊടകരയിലെ പഴയ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന പൊതു ശുചിമുറിയാണ് അടച്ചിട്ടിരിക്കുന്നത്. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളും യാത്രക്കാരും ആശ്രയിക്കുന്ന പൊതു ശുചിമുറിയാണ് ഇത്. ശുചിമുറിയിലേക്കുള്ള ജലവിതരണ വകുപ്പ് നിർത്തിവച്ചതിനെ തുടർന്നാണ് ശുചിമുറിയുടെ പ്രവർത്തനം താറുമാറായത്. 7 ലക്ഷത്തോളം രൂപ ജലവിതരണ വകുപ്പിന് കുടിശ്ശിക ഉണ്ടെന്ന് പറഞ്ഞാണ് ശുചിമുറിയിലേക്കുള്ള ജലവിതരണം അധികൃതർ നിർത്തിവച്ചതെന്ന് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഉള്ളവർ പറയുന്നു. 14 സ്ത്രീകളുണ്ട് ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ. ഇവർ എവിടേക്കാണ് പോകേണ്ടതെന്നൊരു തീരുമാനം ഇല്ലാണ്ട് നിൽക്കുന്നത്. ഞങ്ങൾ പ്രസിഡന്റിനെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിനെയും എല്ലാവരും വിളിച്ചറിയിച്ചപ്പോൾ 7 ലക്ഷം രൂപയോളം അവർ അടച്ചിട്ടില്ല എന്നാണ് പൈപ്പിൻ്റെ ആൾക്കാർ പറയണത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം. ഞങ്ങൾ എവിടേക്ക് പോകണം? ഈ പഞ്ചായത്തിൻ്റെയും പൊതു കംഫർട്ട് സ്റ്റേഷനാണ് ഇവിടെയുള്ളത്. ഞങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു തീരുമാനം ഇല്ലാണ്ട് നിൽക്കണം. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരുന്ന അധികൃതരോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. മീറ്റർ പോലും ഇല്ലാത്ത ശൗചാലയത്തിന് എങ്ങനെയാണ് ഇത്രയും ഭീമമായ തുക കുടിശ്ശിക വന്നതെന്ന ആശങ്കയിലാണ് ഇവർ. ഇവിടെ 7 ലക്ഷം രൂപ അടയ്ക്കേണ്ടതെന്നാണ് പറയണത്. അത് പക്ഷേ ഇതിന് മീറ്ററൊന്നുമില്ല. അതെങ്ങനെയാണ് ഈ 7 ലക്ഷം രൂപ അടയ്ക്കാമെന്ന് ഞങ്ങൾക്കറിയില്ല. പലപ്പോഴും പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും സമീപത്തുള്ള സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് സമീപത്തെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ. ശുചിമുറിയിലേക്കുള്ള ജലവിതരണം പുനഃസ്ഥാപിച്ച് എത്രയും പെട്ടെന്ന് ഇത് തുറന്നു കൊടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കൂടാതെ കൊടകര ജംഗ്ഷന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ ടോയ്ലറ്റുകളും ഗാന്ധിനഗറിൽ പ്രവർത്തിക്കുന്ന വഴിയിടം വഴിയോര വിശ്രമ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ശുചിമുറിയും പൊതുജനങ്ങൾക്കായി ഉടൻ തുറന്നു കൊടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. തൃശൂർ റൂറൽ ജില്ലയിലെ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് പ്രൊജക്ട് റിഫ്രഷൻ ട്രെയിനിങ്ങിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസേഴ്സിന് പരിശീലനം സംഘടിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ജില്ലാ റൂറൽ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് VA ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. ചാലക്കുടി ഡിവൈഎസ്പി PK സുമേഷ്, കൊടകര സ്റ്റേഷൻ ഹൌസ് ഓഫീസർ PK ദാസ് എന്നിവർ സംസാരിച്ചു. അഭിനന്ദനം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. പൊക്കാത്തവർക്ക് പക്ഷെ ഒരു മോശമൊന്നും പറയുന്നില്ല. കാരണം ആസ് എ പാരന്റ് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, എനിക്കോ ഉണ്ടായിരുന്നില്ല, എൻ്റെ കുട്ടിക്കെങ്കിലും അത് കിട്ടണം. അത് ഉദ്ദേശമാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ കുട്ടി മറ്റേ സംഭവം മറന്നു പോകും. മറ്റേ വ്യത്യാസങ്ങളെ ആവശ്യം, അത്യാവശ്യം, അനാവശ്യം. മാഹിൻ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. 18ാമത് രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി ആളൂർ സെന്ററിൽ നടത്തിയ പൊതുസമ്മേളനം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. CPIM ആളൂർ നോർത്ത് ലോക്കൽ സെക്രട്ടറി IN ബാബു അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ, CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ UK പ്രഭാകരൻ, KR ജോജോ, DYFI ബ്ലോക്ക് സെക്രട്ടറി ധനുഷ് കുമാർ, പ്രസിഡന്റ് അക്ഷയ്, നേതാക്കളായ PU ബിബിൻ, ഫിഫി ടോണി, നവാസ് എന്നിവർ സംസാരിച്ചു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി കലറ്റുങ്കരയിൽ നിന്നും ആളൂർ ജംഗ്ഷൻ വരെ പ്രകടനവും ഉണ്ടായിരുന്നു.
നമ്മുടെ ചരിത്രം രൂപപ്പെടുത്തിയത് ഇത്തരം ത്യാഗങ്ങളിലൂടെയാണ്. ത്യാഗങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനം സഖാക്കളെ ജീവത്യാഗമാണ്. ആ ജീവത്യാഗമാണ് സഖാവ് മാഹിൻ നിർവഹിച്ചത്. എത്രയോ സഖാക്കളുടെ ജീവർപ്പണത്തിലൂടെയാണ് ഇന്നത്തെ ആധുനിക കേരളം രൂപപ്പെട്ടത്. അതിന് നവകേരളത്തിലേക്ക് മുന്നേറ്റം നടത്താൻ കേരളത്തിലെ യുവജന പ്രസ്ഥാനം ഇതാ സന്നദ്ധമായിരിക്കുന്നു എന്നാണ് DYFI ഈ രക്തസാക്ഷി അനുസ്മരണ പ്രതിജ്ഞയിലൂടെ നിർവഹിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ, ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും നൽകാൻ ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ തയ്യാറാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അനശ്വരനായിട്ടുള്ള സഖാവ് മാഹിൻ്റെ ഉജ്ജ്വലമായ രക്തസാക്ഷി സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു. വരാക്കര കപ്പേളയ്ക്ക് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ദമ്പതിമാരായ ഡോക്ടർമാർ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. വരന്തരപ്പിള്ളിയിൽ ഹോമിയോ ക്ലിനിക് നടത്തുന്ന ചുങ്കം സ്വദേശികളായ ഡോക്ടർ വിനീത് കുമാർ, ഡോക്ടർ പ്രീത, ബൈക്ക് യാത്രക്കാരനായ പള്ളിക്കുന്ന് സ്വദേശി കല്ലേരി വീട്ടിൽ അലൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാവിലെ 7:30യോടെയായിരുന്നു അപകടം. മണ്ണമ്പേട്ട തെക്കേക്കരയിൽ നിന്ന് വന്നിരുന്ന ഡോക്ടർമാർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ വരന്തരപ്പള്ളി ഭാഗത്തു നിന്ന് വന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. സ്കൂട്ടറിൽ നിന്ന് ഡോക്ടർമാർ തെറിച്ചു വീണു. സ്കൂട്ടർ ഓടിച്ച ഡോക്ടർ പ്രീതയുടെ കാലിലാണ് ബൈക്ക് വന്നിടിച്ചത്. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്ക് യാത്രികന്റെ കൈക്ക് നിസ്സാര പരിക്കേറ്റു. കാഴ്ച പരിമിതിയും മറ്റ് ശാരീരിക മാനസിക വെല്ലുവിളികളും നേരിടുന്ന 6 വയസ്സുകാരൻ മരോട്ടിച്ചൽ ബിനുവിന്റെ മകൻ അമ്പാടിക്ക് തൃശൂർ ടൗൺ ഹാളിലെ കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിൽ വീൽ ചെയർ നൽകി. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ ഇടപെടലിലൂടെ ലയൺസ് ക്ലബ്ബാണ് വീൽ ചെയർ നൽകിയത്. റവന്യൂ മന്ത്രി കെ രാജൻ അദാലത്ത് വേദിയിൽ വീൽ ചെയർ അമ്പാടിക്ക് കൈമാറി. അമ്പാടിയുടെ അമ്മ തനിക്ക് ഇഷ്ടദാനം ലഭിച്ച ഭൂമിയിൽ വീട് വയ്ക്കാനുള്ള സഹായം മന്ത്രിയോട് അഭ്യർത്ഥിച്ചു. പരാതി കേട്ട മന്ത്രി അമ്പാടിക്ക് വീട് വെച്ച് നൽകാൻ ആവശ്യമായ നടപടികൾ എടുക്കാൻ തൃശൂർ തഹസീൽദാർക്ക് നിർദ്ദേശം നൽകി. അപ്പോൾ ഞാൻ സാറിനെ മെഡിക്കൽ കോളേജ് മുളമുത്തുകാവ് വെച്ച് സാറിനെ കണ്ടു, ജില്ലാ കളക്ടർ സാറിനെ കണ്ടു. എൻ്റെ മോൻ്റെ അവസ്ഥ പറഞ്ഞു, ഇങ്ങനെ വീൽ ചെയറിലാണ്. സാർ എത്രയും പെട്ടെന്ന് എനിക്കത് ചെയ്തു തന്നു. അതിലൊരുപാട് സാറിനോട് നന്ദി. തൃശൂർ നഗരത്തിലൂടെ അപകടകരമായി സ്കേറ്റിംഗ് ചെയ്തയാൾ പിടിയിൽ. മുംബൈ സ്വദേശി 25 വയസ്സുള്ള സുബ്രത മണ്ഡലാണ് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. കോൺക്രീറ്റ് തൊഴിലാളിയായ സുബ്രത കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു തൃശൂർ സ്വരാജ് റൗണ്ടിലൂടെ അപകടകരമായ രീതിയിൽ സ്കേറ്റിംഗ് നടത്തിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ വാർത്തയായതോടെ ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തെങ്കിലും ആളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് ചൊവ്വാഴ്ച ഉച്ചയോടെ വീണ്ടും ഇയാൾ സ്വരാജ് റൗണ്ടിലൂടെ സ്കേറ്റ് ചെയ്യുന്നതിനിടെ പോലീസ് പിടികൂടുകയായിരുന്നു. പിടിയിലായതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം നെല്ലായി മുതൽ പുതുക്കാട് വരെ ദേശീയപാതയുടെ സർവീസ് റോഡിലൂടെ ഇയാൾ സ്കേറ്റിംഗ് നടത്തിയതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. കേരള സ്റ്റേറ്റ് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ചാലക്കുടി യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു. വാർഷിക പൊതുയോഗം ജില്ലാ സെക്രട്ടറി KA ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് AD ജോസ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ലൂസി ആന്റോ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KO ഓമന, ജില്ലി രാജൻ, LC ടോമി എന്നിവർ സംസാരിച്ചു. 1,20,000 രൂപയെങ്കിലും നമുക്ക് ക്ഷേമനിധി റിട്ടയർമെന്റ് ആനുകൂല്യം നമുക്ക് ലഭിക്കേണ്ടതാണ്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിട്ട് നമ്മൾ ജനുവരി 22-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ആരംഭിച്ചു. ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം മുൻ സ്റ്റേറ്റ് പ്രസിഡന്റ് പാളയം സദാശിവൻ, മറ്റു പ്രമുഖ വ്യക്തികൾ. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,140 രൂപ, പവന് 57,120 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കൊടകരയിലെ പൊതു ശുചിമുറി അടച്ചിട്ടതിനാൽ ദുരിതത്തിലായി കൊടകരയിലെ കച്ചവടക്കാരും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളും. തൃശൂർ റൂറൽ ജില്ലയിലെ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് പ്രൊജക്ട് റിഫ്രഷൻ ട്രെയിനിങ്ങിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസേഴ്സ് പരിശീലനം സംഘടിപ്പിച്ചു. മാഹിൻ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. വരാക്കര കപ്പേടയ്ക്ക് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ദമ്പതിമാരായ ഡോക്ടർമാർ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. തൃശൂർ നഗരത്തിലൂടെ അപകടകരമായി സ്കേറ്റിംഗ് ചെയ്തയാൾ പിടിയിൽ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.